രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി ഉയർന്നു വന്നിട്ടുള്ള പല കേസുകളിലും സംസ്ഥാന ഗവൺമെൻറ് അയാളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം സംഘടനാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ രേഖ കൃത്രിമമായി ഉണ്ടാക്കിയ കേസ് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചതാണ് നേരത്തെ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡിൽ ഫോട്ടോ മാറ്റി, തല മാറ്റി, അഡ്രസ്സ് മാറ്റി അത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കേരള പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നു. എല്ലാ തെളിവുകളും അവർക്ക് കിട്ടിയതാണ്. ആ കാലത്ത് ഞങ്ങളൊക്കെ പോലീസിന് മൊഴി കൊടുത്തതാണ്. പല ആളുകളുടെയും വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴി ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷേ എവിടെയോ കേസുകൾ ഒത്തുതീർപ്പാക്കപ്പെട്ടു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചതുപോലെ ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെയും സംഘത്തെയും സഹായിക്കാനുള്ള നീക്കമാണോ എങ്കിൽ അത് സ്ത്രീ സമൂഹത്തോടും മലയാളികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട കേസായിട്ട് പരിഗണിക്കരുത്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സംഘടിത കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ പങ്കിനെക്കുറിച്ച് കൂടി വ്യക്തമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം ഉണ്ടാവണം. ജാഗ്രതയോടെ ഈ കേസ് കൈകാര്യം ചെയ്യണം.